അസ്സലാമലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ദാൽ ഫ്രൈഡും അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈഡും റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഇത് വെള്ളിയാഴ്ച എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഈ പരിപ്പാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് ഇക്കയാണ് കേട്ടോ. അത് പപ്പയും മോളും കൂടിയാണ് ഇന്ന് രണ്ട് റെസിപ്പിയും കൂടി ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കി തരാം പരിപ്പ് താളിക്കുന്നതെന്ന് പറഞ്ഞ്. കാരണം അവർ മസ്കത്തിലൊക്കെ ഉള്ള സമയത്ത് വെള്ളിയാഴ്ച ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അത്ര. നമ്മളും ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഇവരുണ്ടാക്കുന്നത് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. പരിപ്പ് കഴുകി എടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സബോളയും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഒരു പിടി വെളുത്തുള്ളി, പിന്നെ 3 പച്ചമുളക് ഇതിട്ട് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളിയാഴ്ച എന്നും പുറത്തുനിന്നാണ് കേട്ടോ കഴിക്കാറ്. ഇന്ന് ഞങ്ങൾ പറഞ്ഞു പുറത്തുനിന്ന് കഴിക്കണ്ടെന്ന്. കാരണം വ്യാഴാഴ്ച രാത്രി മോൻ്റെ കൂടെ ഉള്ള ഒരു ഫ്രണ്ട്സും വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്തു കഴിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിന്ന് നമുക്ക് ഉച്ചക്ക് സാധാ ഫുഡ് ഉണ്ടാക്കാമെന്ന്. പിന്നെ അത് മാത്രമല്ല, കുട്ടികൾ ഉച്ചക്ക് കഴിക്കാനും ഉണ്ടാവാറില്ലല്ലോ. അത് കാരണമാണ് ഇന്ന് ഞങ്ങൾ സാധാ ഭക്ഷണമാക്കിയത്. നമ്മൾ കിച്ചണിൽ കയറുന്ന പോലെയല്ല കേട്ടോ ആണുങ്ങൾ കയറിയാൽ. കാരണം എല്ലാ സാധനങ്ങളും ഒരുപാട് കാണണം. കാരണം വെളുത്തുള്ളിയൊക്കെ ഒരുപാട് കട്ട് ചെയ്ത് ഞങ്ങളെ കൊണ്ട് വെപ്പിച്ചിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ, നമ്മളെക്കാളും സാധനങ്ങളൊക്കെ അവർക്ക് വേണമല്ലോ. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എപ്പോഴും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുകയെന്ന് കരുതരുത്. വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു വിസിൽ വന്നപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോള് പറഞ്ഞു ഒരു വിസിലിന് തന്നെ വേവുന്നു. കാരണം ഇത് ചുവന്ന പരിപ്പാണല്ലോ. തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുകും അതുപോലെ തന്നെ ഒരു പിടി വെളുത്തുള്ളിയും, നേരത്തെ കുറച്ച് വെളുത്തുള്ളി ഇട്ടതാണ്, അതിന് ബാക്കിയുള്ള വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കരിവേപ്പിലയും കൂടിയായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ പരിപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും അൽഹംദുലില്ലാ സുഖമാണ്. പിന്നെ നാട്ടിൽ ഇപ്പോഴും മഴയാണില്ല. ഇന്ന് മക്കൾക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു തൃശ്ശൂർ ജില്ലക്ക് അവധിയാണെന്ന്. അപ്പോൾ ഇന്നും മക്കളുടെ എക്സാം നീട്ടി കിട്ടി. കാരണം അവർക്കിപ്പോൾ 2-3 ദിവസമായിട്ട് സ്കൂളില്ല. കാരണം തൃശ്ശൂർ ജില്ലയിൽ അത്രയും വെള്ളത്തിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അവിടെ എങ്ങനെയൊക്കെയാണെന്ന് എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക. താളിപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും, വലിയൊരു താളിപ്പ് തന്നെയാണ് കേട്ടോ. എത്ര ഇട്ടാലും മതിയാവുന്നില്ല. പരിപ്പ് താളിക്കുന്നതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇന്ന് ഇക്ക ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ വീഡിയോയിൽ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. അത് കാരണമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യുന്നത്. അവർ നമ്മളെ കൂടെ കിച്ചണിലൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെറുതാണെങ്കിലും ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ. ഈ താളിച്ചത് ഇതിലൊഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട്. കാരണം ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെയാണ് കേട്ടോ, വെള്ളം പോലെയല്ല. നമ്മളിങ്ങനെ ഡ്രൈ ആയി കൂട്ടാനാണ്. കാരണം നമുക്ക് ചോറിന് ഇതിൻ്റെ കൂടെ കഴിക്കാനും സാമ്പാറും ഉണ്ട്. അപ്പോൾ പിന്നെ ഇത് മതിയല്ലോ, ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ. ഇനിയിപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ലൊരു അടിപൊളി തന്നെയായിരുന്നു പരിപ്പ് താളിച്ചത്. നേരത്തെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സാദാ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം പൊടിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, പിന്നെ ലെമൺ ജ്യൂസ്, പിന്നെ ഡിഫറെൻ്റ് ആയിട്ട് ചേർത്തിട്ടുള്ളത് ചിക്കൻ ഫ്രൈ മസാലയാണ്. ഇതെല്ലാം കൂടി നല്ലതുപോലെ പുരട്ടിയതിന് ശേഷം ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നത് എയർ ഫ്രയറിലാണ്. ഈ എയർ ഫ്രയറിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയി കഴിക്കാമല്ലോ. എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ അതവൾ എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുന്നു. നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ വേഗത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ചിക്കൻ ഫുള്ളായി വെച്ച് കൊടുത്തതിന് ശേഷം എയർ ഫ്രയറിൽ വെച്ച് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ചിക്കൻ എന്നുള്ള ഓപ്ഷനിൽ
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ പകുതി ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്താൽ നല്ല ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടുന്നുണ്ട്. ഇപ്പോൾ അധികം എല്ലാവരുടെ കയ്യിലും എയർ ഫ്രയർ ഉണ്ടാവും. എയർ ഫ്രയർ ഉള്ളവർ ഇതുപോലെ ചെയ്ത് കഴിച്ചാൽ നല്ല ഹെൽത്തി തന്നെയാണ്. പിന്നെ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാം. ഇങ്ങനെ ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തിയിൽ തന്നെ കഴിക്കാം. കാരണം എണ്ണ നമ്മുടെ വയറ്റിൽ ആവുന്നില്ലല്ലോ. ചിക്കൻ ഏകദേശം റെഡി ആവുന്നുണ്ട്. ഇനി നമുക്കൊന്നും കൂടി തിരിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ ചിക്കന് നല്ലതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ കിട്ടും. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.